തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന വീഡിയോ ആണ് ഒരു തൂക്കിയ വീഡിയോ ആയതുകൊണ്ട് പാട്ടിങ്ങനെ വായന്ന് വിട്ട് പോകുന്നില്ല. വോട്ടിന് നോട്ട്. പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും ടീമും കുറച്ചു കാലമായിട്ട് പാലക്കാട് ഭാഗങ്ങളിലുള്ള അമ്പലങ്ങളെ ഫണ്ട് ചെയ്യുന്നു, സാരി കൊടുക്കുന്നു. ഈ സാരി കൊടുക്കുന്ന പാറ്റേൺ BJP ഇപ്രാവശ്യം കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് പയറ്റി നോക്കിയിട്ടുള്ള ഒരു അടവാണ്. ഓക്കെ, ഈ സാരി കൊടുക്കുമ്പോൾ സാരീൻ്റെ ഇടയിൽ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ, നോട്ട് വെച്ച് കൊടുത്താലും പ്രത്യേകിച്ച് ആരും അറിയാൻ പോകുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ റാലിക്ക് വരുമ്പോൾ സാരി, വീട്ടിൽ പോകുമ്പോൾ സാരി ചോദിച്ചാൽ മതി എന്നുള്ള സ്കീമൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്താ വെച്ചെങ്കിൽ, ഇന്നിപ്പോൾ നിശബ്ദമായിട്ടുള്ള പ്രചരണവും കാര്യങ്ങളൊക്കെ നടത്തേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രനും ടീമും അവരൊരു ലേഡിയുടെ, ഒരു കുറച്ച് വയസ്സായ ഒരു ലേഡിയുടെ വീട്ടിൽ ചെന്ന് ശോഭാ സുരേന്ദ്രൻ്റെ കൂടെയുള്ള വേറൊരു ലേഡി അവിടെയുള്ളൊരു അമ്മയുടെ കയ്യിൽ പണം കൊടുക്കുന്നതായിട്ടുള്ളൊരു വിഷ്വൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ തൂക്കി ഇനിയും തൂക്കലുകൾ ഉണ്ടെന്ന് വേറെ കുറച്ച് വീഡിയോ. അപ്പോൾ നമുക്ക് ശോഭാ സുരേന്ദ്രനെ തൂക്കിയ വീഡിയോ ആദ്യം ഞാനിവിടെ പ്ലേ ചെയ്യാം. അല്ല എന്തായാലും അത് കൊടുക്കണ്ട. പൈസ കൊടുത്ത് തോട്ട് ചേച്ചി അവിടെ ഒന്ന് രണ്ട് വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് ഞാൻ പൈസ കൊടുക്കുന്ന മോശം കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശം വിലസുണ്ടാ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, നിങ്ങളുടെ വാർഡ് നിങ്ങളുടെ തേങ്ങയിലെ എന്റെ മൊബൈലിൽ നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ ബഹുമാനത്തോട് ഒരു കാരണമാണ്. നമ്മളെ അറിയാലോ, എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാണ് നോക്കി, മൊബൈൽ തട്ടിപ്പറിക്കാണ് നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യം ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈൽ ആക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. ഇവർ എങ്ങനെ എന്റെ ഫോട്ടോ എടുക്കും പറയും? നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ. അതെങ്ങനെ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എങ്ങനെ വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം കൊണ്ട് എന്താ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾ പൈസ കൊടുക്കുന്നതല്ലേ ചോദിച്ചത്? അല്ല, നിങ്ങൾക്ക് അതിനോട് സംസാരിക്കും. നിങ്ങൾ ചെയ്തോളി, നിങ്ങൾ എന്താ നിങ്ങൾ ചെയ്തോളി. ആയിക്കോട്ടെ. എന്റെ മൊബൈലിൽ വിളിച്ചു ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ വിളിച്ച കാര്യം നിങ്ങൾക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഉണ്ടായ സംഭവം. ഈ വിഷ്വലിൻ്റെ തുടക്കം തന്നെ ഉണ്ട്. ആ ഒരു അമ്മയുടെ അടുത്ത് ഇവർ കയ്യിൽ പൈസ വെച്ച് കൊടുത്തത് അവർ കൃത്യമായിട്ടത് വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കയ്യിലിരിക്കുന്ന പൈസ കാണിച്ചിട്ടുണ്ട്. അത് പോയി ചോദ്യം ചെയ്തപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ ഒരുതരം അറഗൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അടിച്ച് നിന്റെ മൂന്ന് പൊളിക്കും, നീ ആരടാ എൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കാൻ എന്നുള്ളത്. മാഡം, നിങ്ങൾ കാൻഡിഡേറ്റ് ആണ്. നിങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും നിങ്ങളെ PR ടീമിനെ വെച്ച് നിങ്ങൾ ഇവിടുന്ന് ഫോട്ടോ എടുപ്പിക്കുന്നില്ലേ, വീഡിയോ എടുപ്പിക്കുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ റോഡിലൂടെ പോകുമ്പോഴൊക്കെ ഇവിടുന്ന് ഇഷ്ടംപോലെ ഒരു ഫോട്ടോ വീഡിയോ എടുത്ത് പോകുന്നില്ലേ? അതിലൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമില്ലേ? ഈ ചെക്കൻ നിങ്ങളുടെ കുളിമുറിയിലോ നിങ്ങൾ ഡ്രസ്സ് മാറ്റുന്നിടത്തോ അങ്ങനത്തെ സ്പൈ ക്യാം വെച്ചിട്ട് നിങ്ങളെ കുളിസീനെടുത്ത് പുറത്തിട്ടൊന്നുമല്ല. നിങ്ങളുടെ നോട്ട് പരിപാടി തൂക്കി അതാണ് പുറത്ത് വീഡിയോ ആക്കിയിട്ട് ചെക്കൻ എടുത്തത്. അപ്പോൾ അതിന് ഇത്രത്തോളം ദേഷ്യം അതെന്താണ്? അതായത് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. ആദ്യം കാർന്ന് പറഞ്ഞത് ശ്രദ്ധിക്കണം. ആ വെള്ള ചുരിദാറിട്ട കുട്ടിയുടെ വല്യമ്മയാണ് അത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തിറങ്ങി വന്നത് പറഞ്ഞൂടെ, എൻ്റെ വല്യമ്മയാണ്, ഞാൻ വീട്ടിൽ പോയ സമയത്ത് കുറച്ച് കാശ് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു.
അതിനെന്തിനാണ് നിങ്ങൾ ശോഭേച്ചീനെ അതിലേക്ക് കൂട്ടിക്കെട്ടുന്നത് എന്ന് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പറയാം ആര് കാശ് കൊടുത്ത്, നിങ്ങൾ തെളിയിച്ചോ നിങ്ങളെ വഴിക്ക്, ഞാനൊരു കാശും കൊടുത്തില്ല, ഉണ്ടാതെ പോവാ ആ വഴിക്ക്. തൂക്കി അത് വീഡിയോ ആയി എന്ന് കണ്ടപ്പോഴത്തേക്ക് ശോഭേച്ചിക്ക് ഇളകി. ഇതിനിടയിലും ശോഭേച്ചിയുടെ ഒരു 25 ലക്ഷത്തിൻ്റെ ഐറ്റം ഏറെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഒരാളോട് 25 ലക്ഷം രൂപ സെറ്റിൽമെൻറ്റ് പൈസ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് പാലക്കാട് എന്നല്ല, ഒട്ടുമിക്ക കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇവർ സാരിക്കിടയിൽ നോട്ട് വെച്ചിട്ടുള്ള പരിപാടികൾ നടത്തിയോ എന്നുള്ളത് ഇവിടുത്തെ മീഡിയ അന്വേഷിക്കണം, ഇലക്ഷൻ ടീം അന്വേഷിക്കണം. പിന്നെ ബാക്കി എല്ലാവരും ഇത് പറഞ്ഞതാണ് ഓൾറെഡി. പാലക്കാട് തന്നെ എസ്പെഷ്യലി ഇത് UDF സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയും ഒരുപോലെ പറഞ്ഞൊരു ഐറ്റമാണ്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഈ സാരി നൽകുന്ന, അതായത് കല്ലേക്കാട്, പിരാരി പഞ്ചായത്തിലെ കല്ലേക്കാട് മേഖലകളിൽ വ്യാപകമായി വോട്ടർമാരെ നേരിൽ കണ്ട് BJPയുടെ NDAയുടെ പ്രവർത്തകർ, അതായത് വനിതകളായ പ്രവർത്തകർ സാരി നൽകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ എൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അല്പം സമയം മുൻപ് ഇത്തരത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഇതേപോലെ തന്നെ പണത്തിനുൾപ്പെടെ സാരിയും പണത്തിനൊപ്പം നൽകിയിരുന്നു. കാരണം കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിൽ പണത്തിനൊപ്പം സാരിയും നൽകിയിരുന്നത് അത് കോൺഗ്രസ് പ്രവർത്തകർ, അതുപോലെ തന്നെ നേരത്തെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി NMR റസാഖ് ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രതികരിച്ചിരുന്നു. പണത്തിനൊപ്പം സാരിയും നൽകുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്ല, ഇനി കുറേ ദൃശ്യങ്ങൾ പുറത്ത് വരണം ഞാൻ പറയുമ്പോൾ. കാരണം ഇവർ നോർത്തിൽ പയറ്റിരുന്ന ഒരു പരിപാടിയാണ് ഈ BJP. അതായത് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, മനസ്സിലായോ? സാരി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റങ്ങൾ കൊടുക്കുക. ഇതിപ്പോൾ എല്ലാവരും ചെയ്യാറില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നവർ കാണുമായിരിക്കും. പക്ഷേ കേരളത്തിൽ ഈ തരത്തിൽ എന്താ പറയുക, പൈസയുടെ ഒരു ഫ്ലോ ഈ ഒരു ഇലക്ഷൻ സമയത്ത് കൊണ്ടുവന്നത് ഇപ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചതാണ്. തുടക്കം മുതലേ BJP എറിയുന്ന ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മൻസ് എമൗണ്ട് ഓഫ് ഫണ്ടാണ്. ഓക്കെ, ഈവൻ നിങ്ങൾ ഒരു കാര്യം നോക്കുക, ഈ ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ആഡ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഞാനവിടെ സൈഡിൽ കൊടുക്കാം. നിങ്ങൾ തന്നെ സെൽഫ് ചെക്ക് ചെയ്യണം ഈ വിഷയം. ഇതെല്ലാവർക്കും ഗൂഗിളിൽ അടിച്ചു നോക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അത് നിങ്ങളൊന്ന് പോയി ടൈപ്പ് ചെയ്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ റീജിയൻ കേരള കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആഡ് റൺ ചെയ്യാൻ വരെ കോടിക്കണക്കിന് രൂപ ഇവിടെ മുടക്കിയത് ഈ ഒരു ഇലക്ഷൻ സമയത്ത് BJP ആണ്. സോ അവരുടെ ഒരു ഫണ്ട് ഇൻഫ്ലോ എത്രയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അവരെത്രത്തോളം ഫണ്ട് ഇവിടെ കേരളത്തിലേക്ക് ഒഴുക്കുന്നുണ്ട്, അത് ഏതൊക്കെ രീതിയിൽ വീതം വെച്ച് പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മാത്രമല്ലാതെ ഞാൻ ഈ അടുത്ത് കുറേ ക്രിയേറ്റേഴ്സ് കമൻറ്റ് ബോക്സൊക്കെ ഓഫാക്കി വെച്ച് NDA BJP ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം എന്നൊക്കെ പറഞ്ഞ് പൈസ മേടിച്ച് ചെയ്യുന്നതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ആ പൈസ മേടിച്ച് ചെയ്യുന്നതിന് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് വിറ്റ് ഇതുപോലെ നാട്ടുകാർ, അതായത് നിങ്ങൾക്ക് BJP രാഷ്ട്രീയം എന്താണെന്നറിയില്ല, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം എന്താണെന്നറിയില്ല, അവരുടെ വർഗീയതയുടെ മുഖം നിങ്ങൾക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് കാശ് കിട്ടും, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ കുറച്ച് വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ വീഡിയോ ഇവിടെ സൗണ്ടിൽ ഞാൻ പ്ലേ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ആ പറയുന്ന കാര്യങ്ങളൊന്നും പുറത്ത് ജനങ്ങൾ കേൾക്കണ്ട. ഓക്കെ, പലരും ഈ വീഡിയോസ് ഇപ്പം മുക്കിയിട്ടുണ്ട്, പലരും കമൻറ്റ് ബോക്സ് ഓഫാണ്. പൈസ മേടിച്ച് ചെയ്തോ, ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നാടിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വർഗീയത തുപ്പുന്ന ഒരു പാർട്ടിയെ നിങ്ങൾ കാശ് മേടിച്ച് സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തമാണെന്ന് എനിക്കത് പറയാനുള്ളൂ. അപ്പോൾ അതൊരു സൈഡിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ സാരിയുടെ എക്സാമ്പിൾ വേണമെങ്കിൽ തന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തരാം. ഇവിടെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയുടെ റാലിക്ക് വരാൻ വേണ്ടിയിട്ട് സാരി വിതരണം നടത്തുന്നതിന് ജില്ലാ വൈസ് പ്രസിഡന്റ് ഒരു ഓഡിയോ, ജില്ലാ വൈസ് പ്രസിഡന്റ് BJPയുടെ ഒരു ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ട്, മിനർവ മോഹൻ്റെ. അതൊന്നും ഇവിടെ കേട്ടോ. നാളെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വനിതകളുടെ എല്ലാം ഒരു റാലി തെടനാട് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം എല്ലാ പ്രദേശത്തും നിന്നും റാലിയിൽ പങ്കെടുക്കുന്ന വനിതകളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും തയ്യാറാക്കി, എത്ര സാരി വേണമെങ്കിൽ അവരുടെ എല്ലാം ലിസ്റ്റ് തയ്യാറാക്കി ഞള്ളക്കാട്ട് ജോജിയുടെ വീട്ടിൽ ചെന്ന സാരി എടുത്തുകൊണ്ട് വേണം പോകാൻ. അപ്പം 2:30 നമ്മൾ തിടനാട് എത്തണം. 3 മണിക്ക് പൊതുസമ്മേളനം, 2:30 റാലി തുടങ്ങും. 4 മണിയോടുകൂടി നമ്മൾ പരിപാടി അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും നമുക്ക് ബൂത്ത് കൺവെൻഷൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് അറേഞ്ച് ചെയ്യണം. കേട്ടല്ലോ, സാരി വിതരണം തകൃതിയായിട്ട് നടക്കും. ഈ സാരിക്കുള്ളിൽ എന്ത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ചോദിച്ചല്ലേ പറ്റൂ. ആൻഡ് അഗെയിൻ ഞാൻ പറയുന്നു, ഇവിടെ അമ്പലങ്ങളിൽ ഒരുപാട് പൈസ ഇവർ ഓഫർ ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി പാലക്കാട് ഭാഗത്ത് ചെറുതും വലുതുമായ അമ്പലങ്ങളിൽ ആദ്യം 50,000, 10,000, 25,000 ആയിട്ട് കൊടുത്തിട്ട് അവിടുന്ന് ഒരു എന്താ പറയുക വോട്ട് ബാങ്ക് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വിശ്വാസികളുടെ വോട്ട് ബാങ്ക് ഇവർ ഉണ്ടാക്കിയെടുത്തിട്ട്
ഇത് ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷവും 15 ലക്ഷവും 20 ലക്ഷവും അമ്പലങ്ങളിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരം ഓഫറിംഗ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പുറത്ത് പറയാൻ ആളുകൾ തയ്യാറല്ല, പുറത്ത് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇതിങ്ങനെ ഇതുപോലെ റെഡ് ഹാൻഡഡ്ലി പൊക്കിയത് കൊണ്ട് തൂക്കി ചുകന്ന കരങ്ങളോടെ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തു വന്നത്. ഈ വിഷ്വൽസും കൂടി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഏതെങ്കിലും രീതിയിൽ വളച്ചൊടിക്കുമായിരുന്നു ഇവർ. പിന്നെ മീഡിയ ഭയങ്കര ആക്റ്റീവായിട്ട് കൃത്യമായിട്ട് ഈ സ്ഥലത്തെത്തി ഇവരുടെ വീട്ടിലും ചെന്നു. പക്ഷെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് കളി മാറിയിട്ടുണ്ട്. ഇപ്പം ഏതൊരു അമ്മയ്ക്കാണോ ഇവർ കയ്യിൽ പൈസ വെച്ച് കൊടുത്തത്, ആ അമ്മയുടെ ബൈറ്റ് മീഡിയ പോയി എടുത്ത സമയത്ത് ആ അമ്മയ്ക്ക് പറയണമെന്നുണ്ട് കാശ് തന്നിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ മക്കളൊപ്പം നിൽക്കുന്നത് കൊണ്ട് ആ അമ്മ പറയുന്നില്ല. എന്നാലും അമ്മ പറയുന്നതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്. എത്ര പൈസ എന്നത് എത്ര രൂപ മരുന്ന് വാങ്ങാൻ പൈസ തന്നു? ഒരു മാസം മരുന്ന് വാങ്ങാൻ 5000 രൂപ. ആര് വോട്ട് ചെയ്യാൻ വന്നാൽ പൈസ തരണം പറഞ്ഞു. മരുന്ന് വാങ്ങാൻ പൈസ പോകണം പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നൂരല്ലേ? ഞാൻ എല്ലാവരും പറഞ്ഞു. അപ്പൊ ഇവരാണ് ആകെ പൈസ തന്നുള്ളൂ, വേറെ ആരും തന്നില്ല അമ്മയ്ക്ക് അല്ലേ? അല്ല, ഇപ്പൊ മരുന്ന് വാങ്ങാൻ പണിക്കും പോകണം. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല. ഒരു മാസം 5000 വേണം മരുന്നിന്. അമ്മ ചോദിച്ച അവരോട് പൈസ പൈസ വേണം പറഞ്ഞു. എപ്പോഴാ? ഇന്ന് തന്നെയാണോ ചോദിച്ചത്? അപ്പൊ തന്നെ 5000 രൂപ തന്നു. അപ്പുറത്തെ വീട്ടിലെ ആളുകൾക്ക് കൊടുത്തിട്ട് പൈസ തന്നല്ലോ. ചോദിച്ചു തരാൻ അത് പെൻഷന്റെ പൈസ പൈസ തന്നു നേരത്തെ പറഞ്ഞത്. ഈ അമ്മ പറയുന്നത് 5000 രൂപ മരുന്ന് വാങ്ങാൻ വേണമെന്ന് ഇവിടെ വന്ന എല്ലാ സ്ഥാനാർത്ഥികളോടും പറഞ്ഞു, BJP-ക്കാരോടും പറഞ്ഞു. തന്നു എന്ന് ഈ അമ്മ ഒന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ മക്കളപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് അത് സമ്മതിക്കാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് മനസ്സിലായി മീഡിയ എല്ലാം വന്നു, ഇത് വിഷയമെന്ന് മനസ്സിലായത് കൊണ്ടോ അല്ലെങ്കിൽ മക്കളുടെ ഭീഷണി കൊണ്ടോ ആയിരിക്കും അമ്മ ഒന്നും പറയുന്നില്ല. പക്ഷെ അമ്മയുടെ കയ്യിൽ 5000 രൂപ ഇരിക്കുന്നതിൻ്റെ വീഡിയോസും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇവർ പറഞ്ഞത്, ഇപ്പം മക്കൾ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, അത് പെൻഷൻ്റെ പൈസയാണെന്നാണ് മകൻ അപ്പുറത്ത് നിന്ന് പറയുന്നത്. എന്തിനടാ ഈ പിടിച്ച അമ്മേനെ കൊണ്ട് 5000 രൂപയ്ക്ക് മേടിപ്പിച്ച്? അത് നല്ല ആരോഗ്യമില്ലെന്നാണ് എനിക്ക് ഈ ചെക്കനോട് ചോദിക്കാനുള്ളത്. ഇതൊക്കെ എന്ത് പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇലക്ഷൻ ടൈമിൽ മാക്സിമം കിട്ടാത്തത് പോരട്ടെ എന്ന് പറഞ്ഞിട്ട് മേടിച്ചെടുക്കാനുള്ള ശ്രമമോ? എന്തായാലും കൊള്ളാം. ഈ അമ്മ ഇവിടെ ഇപ്പോൾ ഇതാണ് പറഞ്ഞത്. ഫ്ലൈയിങ് സ്ക്വാഡ് വന്ന സമയത്തും ഫ്ലൈയിങ് സ്ക്വാഡിനോടും ഈ അമ്മ പറഞ്ഞത് കാശ് തന്നിട്ടില്ല. ഓക്കെ, കാശ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാശ് തന്നിട്ടില്ല. കയ്യിലുണ്ടായിരുന്നത് പെൻഷൻ്റെ പൈസയാണ്. പെൻഷൻ്റെ പൈസയാണെങ്കിൽ അത് അന്ന് വിഡ്രോ ചെയ്തതാണോ അതപ്പം എടുത്ത പൈസയാണോ എന്നുള്ളതൊക്കെ ഒന്ന് തീരുമാനിച്ച് അത് കണ്ടുപിടിക്കാൻ ഇലക്ഷൻ ടീം ഇറങ്ങിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ. ഈ മക്കളുടെ ഒരു തരം എക്സ്പ്ലനേഷൻ ഉണ്ട് മോനെ. അമ്മയുടെ കയ്യിൽ എന്തോ തന്നില്ല, അത് വീഡിയോ വന്നിട്ടുണ്ടല്ലോ. തന്നിട്ടില്ല. അതെ, അവര് കൈ കൊടുത്താണ് ഇങ്ങനെ തൊഴിലും ഒക്കെ ചെയ്യും. തൊഴിലും ഒക്കെ ചെയ്യും. ശരി, ഓക്കെ. അത് നിക്കാൻ വയ്യ. ഈ ബാഗിൽ നിന്ന് തരുന്നത്, ഈ ബാഗിൽ നിന്ന് എടുത്ത് തരുന്നത് എന്താ? ഈ ബാഗിൽ നിന്ന് എടുത്ത് തന്നത് ഉള്ളിപ്പൊക്കെ. കുട്ടി വേഗം തന്നു. ശരി, ഉള്ളിപ്പൊക്കമാ. എത്ര പൈസ എന്നത്? കള്ളം പറയൂ. കയ്യിൽ പൈസ വാങ്ങുന്നു 5000 രൂപയാണെന്നാണ് പറയുന്നത്. അത് ഞാൻ കണ്ടില്ല. അത് കാണിച്ചു സംസാരിക്കാം. ഞങ്ങളും വീഡിയോ കണ്ടു. അമ്മ വയ്യാത്തൊരു അമ്മയാണ്, അതിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ? അതെ, തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ എന്താണിത്? കൈ കൊടുക്കുന്നതാണ് അമ്മന്റെ കയ്യിലുള്ള പൈസയാണ്. അതിനുശേഷം കാണുന്നത് ഞാൻ ഒരു മിനിറ്റ് പറയാം. ഈ പൈസ വന്നിട്ട് അമ്മന്റെ മടിയിൽ ഉണ്ടായിരുന്നത് ഇവിടെയുള്ള വിനീഷ് ഏട്ടനെ ഇവര് പോയി എടുത്തിട്ട് ഇതാ പൈസ എന്ന് പറഞ്ഞിട്ട് ഇവര് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഉള്ളത്. അതിന് നമ്മളെ മടി വന്നിട്ട് പോക്കറ്റ് ഒന്നും ഇല്ലല്ലോ. അമ്മന്റെ മടിയിൽ ഇവിടെ പൈസ ഉണ്ടായിരുന്നു. ഇവരെടുത്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പൈസയാണ് ഇവരെടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഇതാക്കി വിട്ടത്. ശരി. ശരി, ആ ചേച്ചി വന്ന ഞാൻ പറയാം. ആ ചേച്ചി ആര് പറഞ്ഞു? ഇല്ല, നിങ്ങളുടെ വീഡിയോയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. വീണ്ടും ചോദിച്ച അമ്മ മാറ്റി പറഞ്ഞു. ശരി. നേരത്തെ അമ്മ പറഞ്ഞു ഞാൻ 5000 രൂപ ചോദിച്ചു, എനിക്ക് എല്ലാ മാസവും 5000 രൂപ പണം വേണം എന്നാണല്ലോ അമ്മ ആദ്യം പറഞ്ഞത്. പിന്നീടാണല്ലോ മാറ്റി പറഞ്ഞത്. അതായത് മരുന്ന് തന്നു എന്നല്ല സാറേ നിങ്ങൾ പറയണത്. നിങ്ങൾ
തന്നിട്ടില്ല. ശരി നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിലല്ലേ തന്നെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന്റെ കൈവശമുള്ള പൈസ എടുത്തിട്ട് നിങ്ങൾ വന്നിട്ട് വീഡിയോ എടുത്ത് എല്ലാം ഇതാക്കി. ഞങ്ങൾ എന്തിനു മാറ്റേണ്ട ആവശ്യം? ഞങ്ങൾക്ക് ആരെയും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തിനു ഭീഷണി? എനിക്ക് ഇഷ്ടമുള്ളവർക്ക് അല്ല ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മൾക്ക് വന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. അത് ആരുടെയും ഒരു MLA വന്ന് പറഞ്ഞാലും ശരി, ഒരു മന്ത്രി വന്ന് പറഞ്ഞാലും ശരി, അതിന്റെ ആവശ്യമൊന്നുമില്ല. നല്ലത് ആര് ചെയ്യണോ അവർക്ക് പോയി ചെയ്യാം. വിവരമുള്ളവർക്ക് ആര് നല്ലത് ചെയ്യും, അത് ബുദ്ധിയുള്ളവർക്ക് അവർ ചെയ്യും വോട്ട്. എല്ലാം വന്നിട്ട് ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ആ രാഷ്ട്രീയം 25 വർഷമായിട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്നുമില്ല. ഈ മക്കളുടെ വർത്താനം കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായിട്ടില്ലേ? ഈ മക്കളോടാണ് പറയുള്ളത്, നയിച്ച് ജീവിച്ചുവിടുക. എന്തിനാടാ അമ്മേനെ വെച്ച് അനക്ക് കാശ് വാങ്ങാനാണെങ്കിൽ അനക്ക് കൈ നീട്ടി വാങ്ങിയാൽ പോരെ. അപ്പോൾ അവ അമ്മേനെ കൊണ്ട് പേടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉളുപ്പില്ലാത്ത പരിപാടിയാണ്. പിന്നെ ഇത് കൊടുക്കാൻ നടക്കുന്നവർ എന്തൊക്കെ വർത്താനായിരുന്നു. കേന്ദ്രം ഭരിക്കുന്നു, നാട് നന്നാക്കുന്നു, ഹിന്ദുവിനെ വളർത്തുന്നു, എന്തൊക്കെ രീതിയിലുള്ള വാഗ്ദാനങ്ങളും വർത്താനങ്ങളും ആണോ പറഞ്ഞു നടന്നിരുന്നത് ഓരോ കാൻഡിഡേറ്റ്സും. ഈവൻ ശോഭയടക്കം എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടന്നത്. ഇപ്പം ആ എത്തിക്സൊക്കെ എവിടെ പോയി? ഇവരുടെ പാറ്റേൺ സെയിമാണ്. ഇവരുടെ കയ്യിൽ കാശുണ്ട്, ഇവർ കാശിന് ആരെ വേണമെങ്കിൽ മേടിക്കും. ഇപ്പം നിർത്തിയ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായില്ലേ? ഇപ്രാവശ്യം നേരിട്ട് അത് BJP ആയിട്ട് നിർത്താതെ 2020 വഴി കുറച്ച് ആൾക്കാരെ ഇറക്കി, BJPയിലും കുറച്ച് ആൾക്കാരെ നിർത്തി. ഇവർക്ക് കാശിൻ്റെ പരിപാടി ഇവർക്ക് നല്ല രീതിയിൽ ഈ ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്യാനും പിന്നെ അത് വന്നു കഴിഞ്ഞാൽ അത് കവർ ചെയ്യാനും ഒക്കെ നന്നായിട്ട് അറിയാം. ജനങ്ങളോടാണ് പറയാനുള്ളത്. കുറച്ച് ആ ഒരു വോട്ടിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ വന്ന് ചിരിച്ച് കാണിച്ച് കാശ് തരുന്നതിൽ വീണ് കഴിഞ്ഞാൽ, നാട് വരെ കയ്യിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ കിട്ടിയ കാശേ കിട്ടലുണ്ടാവുള്ളൂ. പിന്നെ ഒരു രൂപ മനുഷ്യന് ജീവിക്കാൻ തന്നെ വളരെ പാടായിരിക്കും ഇവന്മാരൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ ഈ എന്താ പറയുക, 25 ലക്ഷം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എയറിൽ. അത് റിപ്പോർട്ടർ എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു റീലായിട്ടാണ് കണ്ടത്. ശോഭാ സുരേന്ദ്രൻ ഓഡിയോ സന്ദേശം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ BJPയോ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടുമില്ല. ബട്ട് അത് എന്താണെങ്കിലും റിപ്പോർട്ടർ ചാനൽ അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽ വീഡിയോ ആയിട്ടാണ് ഈ ഐറ്റം കണ്ടത്. ഞാൻ അതൊന്നും ഇവിടെ പ്ലേ ചെയ്യാം. എഗെയിൻ ഇത് ശോഭാ സുരേന്ദ്രൻ്റെ ഓഡിയോ അല്ല എന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഈസി ആയിട്ട് റിപ്പോർട്ടർ ചാനലിനെതിരെയോ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കെതിരെയൊക്കെ നിങ്ങൾ കേസ് കൊടുത്തോ, എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തോ. പക്ഷേ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, എന്തിനു വേണ്ടി, എന്തിൻ്റെ പൈസയ്ക്കാണ് 25 ലക്ഷം നിങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് ഇവിടെ കിടക്കുകയാണ്. ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് പോന്നിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ ഒന്നും പോയി പറയണ്ടെന്ന്. ഇയാളിപ്പോ ഇടപെട്ടിട്ട് ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. അയാളോട് ഒന്നും സംസാരിക്കാൻ പോണ്ട. വേറെക്ക് അയാൾ അറിയണ്ട. വേറെ വീട്ടിൽ പോകുന്നു, നിങ്ങൾ പരാതി ഡ്രാഫ്റ്റ് ചെയ്യുന്നു, കൊടുക്കുന്നു. പിറ്റേ ദിവസം ജന്മമാഷെ വിളിക്കുന്നു, ശ്രീശനെ വിളിക്കുന്നു. അതെല്ലാം അവിടുന്ന് നടക്കും. പക്ഷെ ഇതിൽ നമ്മുടെ പ്രശ്നത്തിലേ ഉള്ളൂ, മാഷയുടെ കയ്യില് ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ ദാസേട്ടന് എത്രയും പെട്ടെന്ന് മേടിച്ചാൽ എനിക്ക് അതിന് കുറച്ച് പൈസ എടുക്കാനാണ്, അല്ലാണ്ട് പുണ്യപ്രവർത്തി ചെയ്യാനല്ല. അല്ല അത് നമുക്ക് ഉറപ്പാണല്ലോ, അത് പ്രശ്നമൊന്നുമില്ല. എനിക്ക് അതിന്ന് ഒരു 25 ലക്ഷം റുപ്യ എനിക്ക് കിട്ടിയാൽ എനിക്കിപ്പോ ഒരാളെ കൊണ്ട് വിളിച്ച് വായിച്ചിട്ട് എനിക്കൊരു വലിയ പോസ്റ്റ് വരുന്നുണ്ട്, അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് ഈ കള്ളത്തരങ്ങളില്ല, ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയേണ്ട കാര്യമുള്ളൂ. മാറ്റക്ക് ഈ പൈസ വന്നിട്ടുള്ളത് വേറെ വഴി കൂടിയാണ്. പിന്നെ നിതിൻ ഗഡ്കരിജി 1.5 വർഷം കഴിയുമ്പോ അദ്ദേഹം ഈ ഫീൽഡിൽ നിന്ന് മാറാൻ പോവുക. അപ്പൊ അവിടെ കിടക്കുന്ന 1 കോടി റുപ്യ നമുക്ക് മേടിക്കണോ വേണ്ടയോ? അല്ല അതിപ്പോ പിന്നെ കിട്ടും ഈ 20-ാം തീയതി കിട്ടും പറഞ്ഞിരിക്കുന്നത്. അത് ചെക്ക് ചെയ്തെടുത്തോളൂ, ഇല്ലെങ്കിൽ അത് കിട്ടിക്കാനുള്ള പരിപാടി അവിടെ നോക്കാം. ആയിക്കോട്ടെ. ബന്ധങ്ങൾ ഉപയോഗിച്ച് വേറെ പല ബന്ധങ്ങളിലേക്കും പോകാൻ വേണ്ടി നോട്ട് വേണം, കാശ് വേണം. 25 ലക്ഷം രൂപ പുണ്യപ്രവർത്തിക്കൊന്നും അല്ലാതെ 34 പറയുന്നുണ്ട് ഓഡിയോനകത്ത്. ഈ ഓഡിയോൻ്റെ ക്രെഡിബിലിറ്റി എന്താ, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതും കൂടി ഒന്ന് മീഡിയ അന്വേഷിച്ചാൽ നന്നായിരിക്കും. വലിയ രീതിയിൽ ഇത് എസ്കലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അഗെയിൻ ഞാൻ പറയുന്നു, ഇവിടെ സാരി കൊടുത്തിട്ടുണ്ട്, സാരിയിൽ നോട്ട് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ എന്തായാലും ഒന്ന് പുറത്തു വന്നല്ലോ, ഇനി എന്തൊക്കെ പുറത്തു വരും എന്നുള്ളത് അറിയാം. ഞാൻ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ഇതേപോലെ ഫണ്ടിങ്ങും ഭയങ്കരമായിട്ട് നടന്നിട്ടുണ്ട്. BJP ഇഷ്ടം പോലെ ഫണ്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വോട്ടിന് നോട്ട് എന്നുള്ള BJP തന്ത്രം ഈ വോട്ടിൻ്റെ തലേ ദിവസമെങ്കിലും പൊളിഞ്ഞ് ചാടിയല്ലോ, നന്നായി. ഇത് ഒരു പാലക്കാട് ശോഭാ സുരേന്ദ്രൻ്റെ മണ്ഡലത്തിൽ മാത്രം നടക്കുന്ന ഒരു പരിപാടിയായിട്ട് നിങ്ങൾ കാണണ്ട. BJP മൊത്തത്തിൽ കേരളത്തിൽ ഇതാണ് ഇവരുടെ ഒരു അപ്രോച്ച്, മനസ്സിലായില്ലേ? ഈ രീതിയിലുള്ളൊരു അഗ്രസീവ് അപ്രോച്ച് നടത്തുന്ന ഈ ഒരു പാർട്ടി ഇവരെന്താണോ നോർത്തിൽ കാണിച്ചു കൂട്ടിയത് അതിൻ്റെ ഒരു ഡബിൾ
പരിപാടികൾ ഇവിടെ ചെയ്യാൻ ഇവർ മടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്ത് കയറുമ്പോൾ ആലോചിക്കുക, താമരയാണെങ്കിലും ചക്കയാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു വട്ടം കുത്തിക്കഴിഞ്ഞാണ്ടല്ലോ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും മക്കളെ. അതുകൊണ്ട് ബാക്കിയുള്ളവരെയും ഞാൻ വലിയ പൊക്കി പറയുന്നൊന്നുമല്ല. നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിന്, കേരളത്തിൻ്റെ അറ്റ്മോസ്ഫിയറിന് ആവിറ്റങ്ങൾ രണ്ടും മാറി മാറി ഭരിച്ചാലും വലിയ സീനൊന്നുമില്ല. മനസ്സിലായോ? LDF UDF മാറി മാറി ഭരിച്ചാലും ഇനി അവർ തമ്മിലുള്ള അന്തർധാര ഇനി ഇവന്മാരോടുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ LDF UDF ആണല്ലോ എന്നുള്ളൊരു സമാധാനത്തിലെങ്കിലും നമുക്ക് മര്യാദയ്ക്ക് ജീവിച്ച് മുന്നോട്ട് പോവാം. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഈ പൊളിറ്റീഷ്യനെ എനിക്ക് കാര്യമായിരുന്നു, ഓക്കെ. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോയും ഈ 25 ലക്ഷത്തിൻ്റെ ഓഡിയോയും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോണ്ടല്ലോ, ഇവർ കുറേ പേരെ എടുത്ത് വളർത്തുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ള പോലെ പറയണം. കുറേ പേരെ അവർ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ട്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുപോലെ ഫണ്ട് ഇറക്കി ഫണ്ട് മേടിച്ചുള്ള പരിപാടികളിലൂടെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വെരി റോങ്. നമുക്ക് നമ്മുടെ സ്വന്തം പ്രവർത്തനത്തിലും കഴിവിലും അല്ലേ വിശ്വാസം വേണ്ട ഒരു പൊളിറ്റീഷ്യനായി കഴിഞ്ഞാൽ. അതില്ലാത്ത സാഹചര്യത്തിൽ ഇതേപോലുള്ള ഗിമിക്കുകൾ ചെയ്യുന്നതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെയൊക്കെ തെമ്മാടിത്തരങ്ങൾ കണ്ടാൽ പ്രതികരിക്കണം.